എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം വീണ്ടും നമ്മുടെ ദുബായിലെ കിച്ചണിലെത്തിയേക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ കടയിൽ നിന്നൊരു കറുത്ത ആവോലി വാങ്ങിച്ചു. ഏകദേശം 1 കിലോ അടുപ്പിച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തില്ല, ബാക്കിയെല്ലാം അവർ ക്ലീൻ ചെയ്ത് തന്നു. അപ്പം ഞാനതിനെ ഒരു 10 മിനിറ്റായിട്ട് ഒരു ഇത്തിരി വിനാഗിരി ഉപ്പും കൂടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുകയാണ്. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ റിമൂവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതിനെ ക്ലീൻ ചെയ്യാം. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് തിലോപ്പിയായും ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ എടുത്തിട്ട് ഇതാ വിനാഗിരി വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് പിച്ചാത്തി വെച്ച് ചുരണ്ടി കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കളറിലെ അഴുക്കും കൊച്ചു ചെതുമ്പലും എല്ലാം അങ്ങ് പോയി കിട്ടും. എന്നിട്ട് കണ്ടില്ലേ, നല്ല വെള്ള കളറിലെ മീൻ കിട്ടും നമുക്ക്. അപ്പം കണ്ടില്ലേ, പിച്ചാത്തിയിലിരിക്കുന്നുണ്ട് അഴുക്ക്. ഇതാ അപ്പം നമുക്ക് ഉപ്പിട്ട് ഉരയ്ക്കുകയും കല്ലേലിട്ട് ഉരയ്ക്കുകയും ഒന്നും വേണ്ട, ഒരു പ്രയാസവും ഇല്ല. അതിൻ്റെ ഉളുമ്പും പൂവും എല്ലാം പോവും. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു ശകലം ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവൻ്റെ കറുപ്പ് കളറെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നല്ല നീറ്റാക്കി കൊണ്ടുവരട്ടെ. ഇത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പം മീനെല്ലാം കഴുകി നീറ്റാക്കി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തൊലി ഇരിഞ്ഞ മാതിരി തന്നെ നല്ല വെളുത്ത കളർ വന്നില്ലേ. അതേപോലെയാണ് ഈ വിനാഗിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ കഴിക്കൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു അടിപൊളി വറുത്തരച്ച മുളക് കറി വയ്ക്കാം. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, 5-6 കഷ്ണം ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇച്ചിരി കറിവേപ്പില, നല്ല കുടംപുളി കഴുകി വൃത്തിയാക്കി തിളച്ച വെള്ളത്തിനകത്തിട്ടേക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ വറുത്തരയ്ക്കുകയെന്ന്. അപ്പോൾ വറുത്തരയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ഇച്ചിരി വെളിച്ചെണ്ണ നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല മുഴുവനുള്ള മല്ലിയുടെ പൊടിയല്ല, മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം. തീ കുറച്ചിടണം. അതൊന്ന് മൂക്കുമ്പോൾ ഒരു ടീസ്പൂണിൻ്റെ 1/4 ഭാഗം ഉലുവ, അതൊന്ന് മൂത്ത് പെട്ടെന്ന് മൂക്കും. ചീനിച്ചട്ടി നല്ലതായിട്ട് ചൂടാക്കാത്തില്ലേ. ഒരു ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മുളക് കറിയാണ് വെക്കുന്നത്. എനിക്ക് മോടെടുക്കലായിരുന്നപ്പോൾ ഒരുപാട് സ്പൈസി പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല ഒത്തിരി സ്പൈസി ഇട്ടാൽ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, കാരണം ചീനിച്ചട്ടിക്ക് നല്ല ചൂടാണ്. സാധനം എല്ലാം ചൂടായി കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ അങ്ങ് മൂപ്പിക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് തണുത്ത് കഴിഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി. വീഡിയോ ഓണാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഓഫായിരുന്നു. അതിനകത്തേക്ക് ചുമന്നുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഇത്തിരി കറിവേപ്പില എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടു. ചതച്ച് വേണമെങ്കിൽ ചേർക്കാം, അരിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അപ്പം ചതച്ച് ചേർക്കുന്നതിന് ചൂട് ടേസ്റ്റ് കൂടുതൽ, അതെല്ലാം ഒന്ന് ഉടഞ്ഞതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്കാണ് ഇതെല്ലാം കൂടി ഇട്ടേക്കുന്നത്. ഇനി അപ്പം നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം ഒന്ന് അരച്ചെടുക്കാം. ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട്, മതി, ഇത്രയും വാടിയാൽ മതി. നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ അല്ലേ വെക്കുന്നത്, അപ്പോൾ പിന്നെ ചീത്തയായി പോകുന്നു, മല്ലി ഇട്ടാൽ ചീത്തയായി പോകുന്നു ഒന്നും പേടിക്കേണ്ട കാര്യം. പണ്ടൊക്കെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തപ്പം മല്ലിപ്പൊടിയൊന്നും ഇടത്തില്ല. ചുമന്നുള്ളി ചേർക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും, കാരണം വളിച്ചു പോകാതിരിക്കാൻ. പുറത്തല്ലേ വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ അരപ്പ് നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. അവനെ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തൊട്ടല്ലേ നമ്മൾ അരച്ചേക്കണം, അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് മിക്സി കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റാം. തീ കുറച്ചിടണേ. അപ്പം മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആ ഗ്രേവി നന്നായിട്ട് തിളച്ചു. ഇതിനകത്തേക്ക് ഇനി നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടംപുളി 2 കഷ്ണം കുടംപുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക.
ഉപ്പൊക്കെ കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാവുള്ളൂ. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും അങ്ങോട്ട് ഒഴിക്കുക. ചിലർക്ക് നേർത്ത ഗ്രേവി മതി, ചിലർക്ക് കുറുകുറാന്നിരിക്കുന്ന വേണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുക. ഇവിടെ ഒരു മീഡിയം പരുവത്തിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും പ്രിയം. എന്നിട്ടിപ്പം ഇളക്കിയിട്ട് തീ കൂട്ടിയിട്ടിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കുക. കുറവാണെങ്കിൽ തിളച്ച് കഴിഞ്ഞിട്ടേ വീണ്ടും ഉപ്പിടാവും. അപ്പോൾ ഇത് ഇരുന്നൊന്ന് തിളയ്ക്കണം. ഇപ്പം ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. നല്ല എരിയുണ്ട്, കുരുമുളകിൻ്റെ ഒക്കെ രുചി നന്നായിട്ടുണ്ട്. അപ്പോൾ അതിരുന്നൊന്ന് തിളയ്ക്കണം. അപ്പം മീൻകറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചു. എനിക്കൊരു ഇച്ചിരി കൂടി ഉപ്പ് വേണമെന്ന് തോന്നുന്നു. പുളി ഇച്ചിരി മുമ്പിലാണ്. മീൻ്റെ കഷ്ണത്തിനൊക്കെ പിടിക്കണ്ടേ, ഒരു ശക്കലം കൂടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വെട്ടി വെച്ച മീനിൻ്റെ കഷ്ണങ്ങളിൽ നിന്ന് ഞാനൊരു 5 കഷ്ണം എടുത്ത് മാറ്റി നാളത്തേക്ക് വറക്കാനുള്ള അരപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വെച്ചേക്കുകയാണ്. ബാക്കി മീൻ നമുക്ക് ഇതിനകത്തേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. ആദ്യം തലക്കുട്ടം തന്നെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് ആവോലി മീനിൻ്റെ ഒന്നും കളയാനില്ല. അതിനകത്തെ ഇച്ചിരി കുടലും അഴുക്കും കാണും, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വളരെ സോഫ്റ്റാണ്. മുള്ളുമൊക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ കഴിയുന്നതും ഇത് വാങ്ങിക്കുക. ഇങ്ങനെയൊക്കെ കറി വയ്ക്കാൻ കറുത്താവോലിയാണ് ടേസ്റ്റ്. മറ്റേ നമ്മുടെ ഫിഷ് മോളി മപ്പാസ് ഇതൊക്കെ വെക്കാനായിട്ട് നമുക്ക് വെള്ളയാവോലിയാണ് നല്ലത്. വെള്ളയാവോലിയാണെങ്കിൽ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ, വേറെ ഒരു പണിയില്ല വെള്ളയാവോലിക്കൊന്നും. അപ്പം നമ്മുടെ മീൻ കഷ്ണം എല്ലാം പെറുക്കി ഇട്ട് കൊടുത്തു. നമ്മളുടെ ഗ്രേവി എരിയൊക്കെ ഇനി കൂടുതൽ വേണ്ടുന്നവർക്ക് ചേർക്കാം. അപ്പം അത്യാവശ്യം നല്ല നമ്മൾ നീറുമീനൊക്കെ വെക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, കുരുമുളക് വറുത്തരച്ച് ആ സ്മെല്ലാണ് തിളയ്ക്കുമ്പോൾ വരുന്നത്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. പുറത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നു. അത് കാരണം ഭയങ്കര ഇരപ്പും നമുക്ക് ഒരു സമയത്തും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതേപോലെ ഡിസ്റ്റർബൻസാണ്. പിന്നെ ഒന്നും പറയാനൊക്കത്തില്ലല്ലോ നമുക്ക്. അപ്പോൾ ഇത് നല്ല തീയിൽ തുറന്നു വെച്ച് ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് തീ കുറച്ചിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ വേവിക്കാം. അപ്പം നമുക്ക് തുറന്നിരുന്ന് 5 മിനിറ്റ് തിളയ്ക്കട്ടെ. നമ്മൾ അടച്ച് വെച്ചിട്ടും ഒരു 2-3 മിനിറ്റായി ചെറിയ തീയിൽ നമുക്ക് അടപ്പെല്ലാം തുറക്കാം. ചാറൊക്കെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഒരു ദണ്ട് നമ്മളൊരു ടീസ്പൂണിൻ്റെ 1/4 ടീസ്പൂൺ വറക്കാൻ നേരത്തിട്ടിരുന്നു ഉലുവാപ്പൊടി. ഇത് അതിൽ ഒരു നുള്ള ഉലുവ പൊടിച്ചത് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇടണം. കൂട്ടത്തിൽ ഒരു ശക്കലം കായം, ഒരു നുള്ള കായവും കൂടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്രയും മതി. അപ്പം നമുക്ക് ഈ മീനൊക്കെ എന്തെങ്കിലും പഴകിയതോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വയറിനൊക്കെ അസുഖം പിടിക്കും എല്ലാവർക്കും. അപ്പോൾ അതൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇച്ചിരി കായപ്പൊടി ഒക്കെ ഇട്ട് നമ്മൾ ലാസ്റ്റ് ഉപ്പൊക്കെ നോക്കുക. എല്ലാം കറക്റ്റുണ്ട്. കറക്റ്റല്ല, പുളിയൊക്കെ ഇച്ചിരി മുമ്പിലാണ്, എങ്കിലും എല്ലാം ഓക്കെയാണ്. ബാക്കിയുള്ള കറിവേപ്പില ഇടുക. വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് ഇപ്പം ചേർക്കാം. ഞാനിനി തീ ഓഫ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. വാ, കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറുത്താവോലിയുടെ അടിപൊളി കുരുമുളകും മല്ലിയും എല്ലാം ഫ്രഷായിട്ട് വറുത്ത് അരച്ച് കുടംപുളി ഇട്ട് വെച്ച നല്ല ഒന്നാന്തരം ആവോലിക്കറിയാണ്. ഈ മീൻകറി വെച്ചപ്പോഴേ എനിക്കങ്ങ് വിഷമം വരും. കാരണം എൻ്റെ കൊച്ചുമോന് മൂത്തവന് ഭയങ്കര ഇഷ്ടമാണ് മീൻ, ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളെ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. കുഞ്ഞൻ മത്തി ആയപ്പോൾ നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ മത്തിയുടെ ഒന്നും മുള്ളു കളയാതെ കടിച്ച് തിന്നോളും. എനിക്ക് തോന്നുന്നു ചിക്കനെക്കാട്ടിലും മട്ടനെക്കാട്ടിലും ഒക്കെ ഇഷ്ടം അവന് ഫിഷാണ്. അപ്പോൾ എനിക്കിപ്പം അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരികയും കൂടെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കങ്ങ് വിഷമം വരും. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നു. ദുബായ് വരുമ്പോൾ അമ്മൂമ്മ ഇഷ്ടം പോലെ മീൻ കറി വെച്ച് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ആവോലി വാങ്ങിക്കുമ്പോൾ
ആവോലിന്നല്ല, ദശക്കട്ടിയുള്ള ഏത് മീൻ വാങ്ങിക്കുമ്പോഴും ഇതുപോലെ ഒന്ന് വറുത്തരച്ച് നോക്കും. തേങ്ങയൊന്നും അരയ്ക്കണ്ട, നല്ല കുറുകുറാന്നുള്ള ഗ്രേവി കിട്ടും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക. എല്ലാവർക്കും നമസ്കാരം.